കോട്ടയം ജില്ലയ്ക്ക് ഇന്ന് 75 വയസ്സ്. കരിമീനിന്റെയും കായലുകളുടെയും റബ്ബറിന്റെയും ഒക്കെ ഈ നാട് വികസന പാതയിലും ഇന്ന് ഒരുപാട് മുന്നേറിയിരിക്കുന്നു. തിരുക്കൊച്ചി സംയോജന സമയത്ത് മുൻ തിരുവിതാംകൂർ രാജ്യത്തിന്റെ റവന്യൂ ഡിവിഷനുകളെ ജില്ലകളായി പുനർനാമകരണം ചെയ്യുകയുണ്ടായി. അതിന്റെ ഭാഗമായാണ് 1949 ജൂലൈ 1 കോട്ടയം ജില്ല രൂപീകൃതമാകുന്നത്. 12ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിലെ പ്രബല ശക്തിയായിരുന്ന തെക്കുംകൂർ രാജവംശത്തിന്റെ ഭരണതലസ്ഥാനമായതുകൊണ്ട് തന്നെ തെക്കുംകൂർ കൊട്ടാരവും തളിയിൽ കോട്ടയുമെല്ലാം സ്ഥിതി ചെയ്തിരുന്നത് കോട്ടയത്തായിരുന്നു. ഇതിൽ നിന്നും വന്ന കോട്ടയ്ക്കകം എന്ന വാക്ക് ലോപിച്ചാണ് കോട്ടയമായത്. ആധുനിക കേരള ചരിത്രത്തിലും കോട്ടയത്തിന് വലിയ സ്ഥാനമുണ്ട്. രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് നിലമൊരുക്കിയ മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചതും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടലിനും അറുതി വരുത്തിയ വൈക്കം സത്യാഗ്രഹത്തിന് മണ്ണായതും കോട്ടയമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ നവോത്ഥാന ചരിത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കോട്ടയത്തിന്റെ പെരുമ. ലാൻഡ് ഓഫ് 3 Ls എന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ലാറ്റക്സ് ആൻഡ് ലേക്സ്. അക്ഷരങ്ങളുടെയും തടാകങ്ങളുടെയും റബ്ബറിന്റെയും നാട്. അച്ചടി മാധ്യമങ്ങളുടെ രംഗത്തിന് കോട്ടയം നൽകിയ സംഭാവനകളും ആദ്യകാല വിദ്യാഭ്യാസ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങളും കോട്ടയത്തെ അക്ഷരനഗരിയാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയമാണ്. 1989 തന്നെ ഈ അവിസ്മരണീയ ലക്ഷ്യം സാക്ഷാത്കരിച്ചു. ഇന്ന് 75 വയസ്സ് തികയുമ്പോഴും കോട്ടയത്തിന്റെ നേട്ടങ്ങൾക്ക് കോട്ടമൊന്നും തട്ടിയിട്ടില്ല. മനോഹരമായ കായലും തീരവും കോടയിറങ്ങുന്ന ഹൈറേഞ്ചും ഒത്തിണങ്ങി കോട്ടയത്തിനിന്നും ചെറുപ്പം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.